ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മളിന്ന് SSC CPO റാപ്പിഡ് ഫയർ സീരീസിൻ്റെ ഡേ 15 വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. ഇന്നും 10 ക്വസ്റ്റിനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കിപ്പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ റൈസ് ഇൻ ദ നേപ്പാൾ ഹിമാലയ? ഓപ്ഷൻസ് നോക്കിയാൽ ഗണ്ഡക്, ചമ്പൽ, ഗോദാവരി, നർമ്മദ. കറക്റ്റ് ആൻസർ ഏതാ? കറക്റ്റ് ആൻസർ എന്നത് ഗണ്ഡക്കാണ്. ഗണ്ഡക്കാണ് ഏതാ നേപ്പാൾ ഹിമാലയയിൽ ഒറിജിൻ ചെയ്യുന്നത്. ഇനി ഗണ്ഡക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗണ്ഡക്കിന് നാരായണി റിവർ എന്ന് കൂടി ഒരു പേരുണ്ട്. അതുപോലെ അത് സെൻട്രൽ നേപ്പാൾ, നോർത്തേൺ ഇന്ത്യ ഈ സ്ഥലത്തേക്ക് കൂടിയാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ നേപ്പാളിലെ ഹിമാലയ റേഞ്ചിലെ കാലി, ത്രിശൂലി എന്ന് പറഞ്ഞ റിവേഴ്സ് ജോയിൻ ചെയ്താണ് ഈ ഗണ്ഡക് റിവർ ഫോം ആകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെത്തുമ്പോഴാണ് അതിന് നാരായണി എന്നുള്ള പേര് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആസ് ഓഫ് മാർച്ച് 2022 which of the following monuments is not a UNESCO World Heritage Site in India? ഓപ്ഷൻസ് നോക്കുകയാണ് കുത്തബ് മിനാർ ഡൽഹി, ചാർമിനാർ ഹൈദരാബാദ്, ആഗ്ര ഫോർട്ട് ആഗ്ര, റെഡ് ഫോർട്ട് ഡൽഹി. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചാർമിനാർ ഹൈദരാബാദ്. 2022 വരെ ചാർമിനാർ ഹൈദരാബാദ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടില്ല. ഇനി നോക്കുകയാണെങ്കിൽ പ്രസൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പം 41 വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഇന്ത്യയിൽ നിന്ന് നമുക്കുള്ളത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്തത് കൾച്ചറൽ കാറ്റഗറിയിൽ ശാന്തി നികേതനാണ് നമുക്ക് ലാസ്റ്റായിട്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി കുത്തബ് മിനാർ നോക്കുകയാണെങ്കിൽ കുത്തബ് മിനാർ 1993 വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്. ഇനി ബാക്കി നോക്കുകയാണെങ്കിൽ ആഗ്ര ഫോർട്ടോ 1983. ഇനി റെഡ് ഫോർട്ട് നോക്കുകയാണെങ്കിൽ 2007. ഈ ഒരു ഓർഡറിലാണ് എന്താ കുത്തബ് മിനാർ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് ഇതൊക്കെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ തിരുവാതിര ഈസ് എ കൾച്ചറൽ ഫെസ്റ്റിവൽ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കർണാടക, കേരള, തെലങ്കാന, തമിഴ്നാടു. അപ്പോൾ നമുക്കറിയാം തിരുവാതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കാണുന്നൊരു ഫോക്ക് ഡാൻസ് ആണ്, ഒരു ഡാൻസ് ഫോമാണ്. അപ്പോൾ കേരളത്തിലെയാണ് തിരുവാതിര എന്ന് പറഞ്ഞ ഡാൻസ്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ തിരുവാതിര എന്ന് പറയുന്നത് കേരളത്തിലൊരു ഡാൻസ് ഫോമാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ ധനുമാസത്തിൽ ശിവഭഗവാന്റെ പിറന്നാളിന് കേരളത്തിലുള്ള സ്ത്രീകൾ അവരുടെ മാരിറ്റൽ ബ്ലിസിന് വേണ്ടി അങ്ങനെയാണ് ഈ തിരുവാതിര അവർ കളിച്ചു വരുന്നത്. അതുപോലെ സംഗീത നാടക അക്കാദമിയുടെ 8 ക്ലാസിക്കൽ ഡാൻസ് ആണ് ഉള്ളത്. ഇനി 8 ക്ലാസിക്കൽ ഡാൻസ് ഏതാന്ന് നോക്കുകയാണെങ്കിൽ ഭരതനാട്യം, കഥക്, കഥകളി, കുച്ചിപ്പുടി, ഒഡീസി, മണിപ്പൂരി, മോഹിനിയാട്ടം, സട്രിയ ഇങ്ങനെയുള്ളത്. ഇനി ഭരതനാട്യം നോക്കുകയാണെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്നാണ്, കഥക് നോർത്ത് വെസ്റ്റ് ആൻഡ് സെൻട്രൽ ഇന്ത്യയിൽ നിന്നാണ്, കഥകളി കേരളത്തിൽ നിന്നാണ്, അതുപോലെ കേരളത്തിൽ നിന്ന് വരുന്നതാണ് മോഹിനിയാട്ടം. പിന്നെ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, ഒഡീസി ഒറീസ, മണിപ്പൂരി മണിപ്പൂർ, സട്രിയ ആസാം. ഇതൊക്കെയാണ് സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ള 8 ക്ലാസിക്കൽ ഡാൻസസ്. ഇനി മിനിസ്ട്രി ഓഫ് കൾച്ചർ നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ 9 ക്ലാസിക്കൽ ഡാൻസ് ആണ് അംഗീകരിച്ചിട്ടുള്ളത്. ഈ 9ാമത്തെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് ചാഹു ആണ് അവർ അംഗീകരിച്ച 9ാമത്തെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡൊമിനന്റ് വിൻഡ് ദാറ്റ് പ്രിവെയിൽസ് ഡ്യൂറിംഗ് ദ കോൾഡ് സീസൺ ഇൻ ഇന്ത്യ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പെർമനന്റ് വെസ്റ്റ് ലൈസ് മീൻസ്, പെർമനന്റ് ഈസ്റ്റ് ലൈസ് മീൻസ്, സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡ്സ്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. അപ്പോൾ നമ്മളെ കറക്റ്റ് ആൻസർ എന്നത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് ആണ്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ട്രേഡ് വിൻഡ് എന്താ ഇക്വേറ്ററിൽ നിന്ന്, നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ നോർത്ത് സൈഡിൽ നിന്നും, സൗത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ സൗത്ത് സൈഡിൽ നിന്നും ഇക്വേറ്ററിലേക്ക് പോകുന്നൊരു ട്രേഡ് വിൻഡിനെയാണ് ട്രേഡ് വിൻഡ് നമ്മൾ പറയുന്നത്. അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ നോർത്ത് സൈഡിൽ നിന്ന്, സൗത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ സൗത്ത് സൈഡിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് പോകുന്ന ഒരു വിൻഡ്, അതാണ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വേറ്ററിലേക്കാണ് അത് ബ്ലോ ചെയ്യുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ദീസ് വിൻഡ്സ് ആർ ഫോംഡ് വെൻ ദ ഹോട്ട് എയർ റൈസസ് and hits the equator where it is pulled towards the poles making them chilled. ഹോട്ട് എയർ ഇക്വേറ്ററിലേക്ക് വന്ന് ഇടിക്കുകയും എന്നിട്ട് അതിനെ പോൾസിലേക്ക് പുള്ളി ചെയ്യിക്കും, തണുപ്പിക്കാൻ വേണ്ടി. പിന്നെ പറയുകയാണെങ്കിൽ ഈ വിൻഡിനെ സെയിലേഴ്സ് എന്നും കൂടി പറയുന്നുണ്ട്. ഈ വിൻഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ക്രിസ്റ്റഫർ കൊളംബസ്
അമേരിക്ക കണ്ടുപിടിച്ചത്. ഏത് ട്രേഡ് വിൻഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ക്രിസ്റ്റഫർ കൊളംബസിന് അമേരിക്ക കണ്ടുപിടിക്കാൻ പറ്റിയത്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ നോർത്തേൺ ആൻഡ് സൗത്തേൺ ഹെമിസ്ഫിയറിൽ 10 to 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് ഈ വിൻഡ് ബ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദീസ് ആർ പെർമനൻറ്റ് ഈസ്റ്റ് ടു വെസ്റ്റ് പ്രിവെയിലിംഗ് വിൻഡ്സ് ദാറ്റ് ഫ്ലോസ് ഇൻ ദ എർത്ത്സ് ഇക്വിറ്റോറിയൽ റീജിയൻ. എർത്തിൻ്റെ ഇക്വിറ്റോറിയൽ റീജിയനിൽ ഈസ്റ്റ് വെസ്റ്റ് പ്രിവെയിലിംഗ് വിൻഡ്സ് ആയിട്ടാണ് ഇത് കാറ്റൊഴുകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഫെറൽസ് ലോയിലെ കൊറിയോളിസ് എഫക്റ്റ് പ്രകാരമാണ് ഈ വിൻഡ് ബ്ലോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ 6 ടൈപ്പ് ഓഫ് പ്ലാനറ്ററി വിൻഡ് നോക്കുകയാണെങ്കിൽ പോളാർ ഈസ്റ്റർലൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്ത് വെസ്റ്റർലൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, പോളാർ ഈസ്റ്റർലൈസ് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ, നോർത്ത് വെസ്റ്റർലൈസ് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. ഇനി നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ 1898 whose theory propounded that the ions or groups bonded to the metal by secondary bonding have spatial arrangements corresponding to differential characteristic coordination number. Options നോക്കുകയാണെങ്കിൽ ഹെൻറി ടോബെ, ആൽഫ്രഡ് വെർണർ, എൻറിച്ച് ഹക്കൽ, എമിൽ ഫിസ്റ്റർ. ഏതാ ആൻസർ? ആൻസർ വരുന്നത് ആൽഫ്രഡ് വെർണർ ആണ്. ഇനി ആൽഫ്രഡ് വെർണർ ആണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. എന്താ തിയറി? The ions or groups bonded to the metal by secondary bonding have spatial arrangements corresponding to differential characteristic coordination numbers. ഇതാണ് ആൽഫ്രഡ് തിയറി പ്രപ്പോസ് ചെയ്ത തിയറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്വിസ് കെമിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് 1913 കെമിസ്ട്രിയുടെ വിഭാഗത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? സ്ട്രക്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ടോപ്പിക്ക്. അതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് 1913 നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി ബാക്കിയുള്ള ഓപ്ഷനിലെ ഹെൻറി ടോബിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കനേഡിയൻ ബോൺ അമേരിക്കൻ കെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിനും 1983 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്തിന്? കെമിസ്ട്രിക്ക്. അദ്ദേഹത്തിൻ്റെ ടോപ്പിക് വർക്ക് എന്ന് പറയുന്നത് മെക്കാനിസം ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ് എസ്പെഷ്യലി ഇൻ മെറ്റൽ കോംപ്ലക്സസ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്. എന്താ? മെക്കാനിസം ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ് എസ്പെഷ്യലി ഇൻ മെറ്റൽ കോംപ്ലക്സസ്. ഇനി അടുത്ത ആളെ നോക്കുകയാണെങ്കിൽ എൻറിച്ച് അർമാൻഡ് ആർതർ ജോസഫ് ഹക്കൽ. അടുത്താണ് അടുത്ത ആൾ. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഫിസിസ്റ്റും ഫിസിക്കൽ കെമിസ്റ്റും ആയിരുന്നു. ആര്? എൻറിച്ച് അർമാൻഡ് ആർതർ ജോസഫ് ഹക്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2 മേജർ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഒന്നായിരുന്നു ദ ഡി ഹക്കൽ തിയറി ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. അടുത്തത് എന്ന് പറയുന്നത് ഹക്കൽ മെത്തേഡ് ഓഫ് അപ്രോക്സിമേറ്റ് മോളിക്കുലർ ഓർബിറ്റൽ കാൽക്കുലേഷൻ ഓൺ ടി ഇലക്ട്രോൺ സിസ്റ്റംസ്. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ 2 കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഹെർമാൻ എമിൽ ലൂയിസ് ഫിഷറിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജർമ്മൻ കെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് 1902 കെമിസ്ട്രി വിഭാഗത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി എന്തായിരുന്നു? ഫിഷർ എസ്ട്രിഫിക്കേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി. ഇനി നമ്മൾ വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബേസിക് ക്ലാസ്സസ് നിന്നും എക്സ്പേർട്ട് ഫാക്കൽറ്റി വന്ന് അതായത് വിഷയത്തിൻ്റെ ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ബേസിക് സർക്കിൾസ് ഉണ്ടാവും. ബേസിക് സർക്കിൾസ് എന്ന് പറയുമ്പോൾ 5 or 6 കുട്ടികളായിട്ടുള്ള ഗ്രൂപ്പായി ഇരുത്തി അവർക്ക് ബേസിക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ അവർക്കൊരു മെൻറ്റർ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അവർ ബേസിക് മെത്തേഡെല്ലാം പഠിപ്പിച്ച് അതിനുശേഷം ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് വെക്കും. അത് പാസ്സാകുന്നവരെ എക്സ്ട്രീം സർക്കിൾസിലേക്ക് പാസ് ചെയ്യും. എക്സ്ട്രീം സർക്കിൾസിനും 5-6 ആളായിട്ടുള്ള കുട്ടികളായിട്ടുള്ള ഗ്രൂപ്പായിരുത്തി അവർക്ക് അവിടെയും മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. അതോടുകൂടി കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ടുള്ള മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവർക്ക് അവിടെ ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് സൂപ്പർ ബാച്ചസ് ഉണ്ട്. സൂപ്പർ ബാച്ചസ് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആണ് സൂപ്പർ ബാച്ചസ്. ഓരോ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 1-2 മാസത്തിന് മുമ്പായിട്ട് ഓരോ എക്സാമിൻ്റെ ബേസ് ആയിട്ടുള്ള സൂപ്പർ ഫോക്കസ് ബാച്ച് ഉണ്ടാകുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ റിപ്പ് സെക്ഷൻ ഉണ്ട്. റിപ്പ് സെക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഓൺലൈൻ ടെസ്റ്റ് മോക്ക് സീരീസ് ചെയ്ത് നമ്മുടെ സ്പീഡും കൺസിസ്റ്റൻസിയും വർദ്ധിപ്പിക്കുക എന്നതാണ് റിപ്പ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിയുമ്പോൾ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ട്. മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ കാത്തു നിൽക്കുന്ന കുട്ടികൾക്കായിട്ട് ഒരു എക്സ്പേർട്ട് പാനലിൻ്റെ ആ ഒരു എൻവയോൺമെൻറ്റിൽ മോക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് അവർക്ക് കുറച്ചും കൂടി അവരെ മെച്ചപ്പെടുത്തുക, ബെറ്റർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. വരാന്ത റേസിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിയും ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് കൂടിയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ഇനി നമ്മുടെ അഡ്മിഷനായിട്ട് നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ബാച്ചസ് ഉണ്ട്. അതുപോലെ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ബാച്ച് ഉണ്ട്. ഓൺലൈൻ ബാച്ചും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഏത് ബാച്ചാച്ചാൽ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് പാർലമെന്ററി ക്വസ്റ്റ്യൻസ്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ, ലോങ് നോട്ടീസ് ക്വസ്റ്റ്യൻ, സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ആൻസർ ഏതാ? ആൻസർ ലോങ് നോട്ടീസ് ക്വസ്റ്റ്യൻ ആണ്. പാർലമെന്ററിയിൽ എന്താ ലോങ് നോട്ടീസ് ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ല. ഇനി നോക്കുകയാണെങ്കിൽ പാർലമെന്ററി പ്രൊസീജിയറിൽ ആദ്യത്തെ ഫസ്റ്റ് അവർ ഓഫ് എവരി പാർലമെന്ററി സിറ്റിംഗ് ഈസ് ദ ക്വസ്റ്റ്യൻ അവർ. ആദ്യത്തെ ഫസ്റ്റ് അവർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അവർ ആണ്. അതിൽ മെയിനായിട്ട് 3 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. ഇതിൽ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താ? ആൻസർ ഓറലി ആയിരിക്കും അവർക്ക് എന്താ? ഇറ്റ് റിക്വയർസ് ആൻ ഓറൽ ആൻസർ ആൻഡ് ഹെൻസ് എനി സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ക്യാൻ ഫോളോ. അവർക്ക് ഓറലി ആയിട്ടായിരിക്കും ആൻസർ വേണ്ടത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസും അതിൽ കൂടെ ഉണ്ടാവാം. ഇനി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതിന് റിട്ടൺ ആൻസർ ആണ് വേണ്ടത്. അതുപോലെ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇനി ഷോർട്ട് നോട്ടീസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ആസ്ക്ഡ് ബൈ ഗിവിംഗ് എ നോട്ടീസ് ഓഫ് ഫ്യൂവർ ദാൻ 10 days. ഇറ്റ് ഈസ് ആൻസേർഡ് ഓറലി നോട്ട് റിക്വയറിങ് എനി റിട്ടേൺ ആൻസർ. ഇത് വെച്ചാൽ ഒരു പീരീഡിലേക്കായിരിക്കും, ഒരു 10 days പീരീഡിലായിരിക്കും ഇവർക്ക് ക്വസ്റ്റ്യൻ ഇതാക്കിയിട്ടുണ്ടാവുക. അത് തന്നെ ആൻസർ ഓറലിയാണ് വേണ്ടത്, റിട്ടേൺ ആൻസർ അല്ല വേണ്ടത്. ഇനി പാർലമെന്റിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് 2 ഹൗസ് ഉണ്ട്, രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. അതിൽ രാജ്യസഭ എന്ന് പറയുന്നത് അപ്പർ ഹൗസും കറസ്പോണ്ടിങ്ങിലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യനെ കറസ്പോണ്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ലോവർ ഹൗസ് എന്ന് പറയുന്നത് ലോക്സഭയാണ്. പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നതാണ് ഈ പാർലമെന്ററി ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് എ മെമ്പർ ഓഫ് ഏതർ ഹൗസ്, 2 ഹൗസിൻ്റെ ഒരു മെമ്പർ ആയിരിക്കൂല പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ പാർലമെന്റ് 1947 ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് ഇൻ ദ പാർലമെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി. നമ്മളെ പീപ്പിൾസിനെ തന്നെ ഈ പാർലമെന്റിൽ നല്ലൊരു എന്താ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഇനി പാർലമെന്റിൽ the parliament in our system has immense powers because it is the representative of the people. പീപ്പിളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും പാർലമെന്റിൽ ഉണ്ടാവുക. ഇനി the ലോക്സഭ ഈസ് യൂഷ്വലി elected once every 5 years. ഓരോ 5 വർഷം കൂടുമാണ് ലോക്സഭയിൽ എലക്ഷൻ വരുന്നുണ്ടാവുക. പിന്നെ പറയുന്നത് the country is divided in numerous constituency. കൺട്രീനെ പല വിധത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എലക്ട്സ് 1 person ടു ദ പാർലമെന്റ്. ഓരോ ഇതിൽ നിന്നും ഓരോ പേഴ്സണെയാണ് നമ്മൾ പാർലമെന്റിലേക്ക് എലക്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹൗ മച്ച് ടൈം വാസ് ടേക്കൺ ടു ഫ്രെയിം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 3 years 6 months 23 days, 2 years 11 months 18 days, 4 years 3 months 29 days, 1 year 10 months 15 days. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? കറക്റ്റ് ആൻസർ ബി ആണ്, 2 years 11 months 18 days. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്നാ നമ്മൾ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തി. എപ്പം? 11 ഡിസംബർ 1946. അതുപോലെ എന്താ BR അംബേദ്കർ 60ഓളം കൺട്രികളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡി ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് എടുക്കുകയും ചെയ്തത്. പിന്നെ പറയുകയാണെങ്കിൽ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് BR അംബേദ്കർ ആണ്. അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും ആരാ? BR അംബേദ്കർ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് തുടക്കത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ വരുമ്പോൾ 299 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 284 ഇത് സൈൻ ചെയ്യാൻ വന്നത്. എപ്പം? 26 നവംബർ 1949. ഇനി ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഓഫ് ഇന്ത്യ ഗോട്ട് ദ സ്റ്റാറ്റസ് ഓഫ് സോവറിൻ ബോഡി ത്രൂ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഇന്ത്യക്ക് എന്ത് ചെയ്തു? സ്റ്റാറ്റസ് ഓഫ് സോവറിൻ ബോഡി കിട്ടി. പിന്നെ പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഐഡിയ കൊണ്ടുവരുന്നത് 1934 MN റോയ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി മെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ 9 ഡിസംബർ 1946, റീഅസംബ്ലിംഗ് ഓൺ 14 ഓഗസ്റ്റ് 1947. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻ ഹാസ് മോർ സീസണൽ കോൺട്രാസ്റ്റ് ദെൻ അതർ റീജിയൻ ഓഫ് ഇന്ത്യ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയേഴ്സ് ഓഫ് ഇന്ത്യ, കോസ്റ്റൽ ഏരിയാസ് ഓഫ് ഇന്ത്യ, ഹില്ലി ഏരിയാസ് ഓഫ് ഇന്ത്യ, ഐലൻഡ്സ് ഓഫ് ഇന്ത്യ. നമ്മളെ കറക്റ്റ് ആൻസർ ഇന്റീരിയേഴ്സ് ഓഫ് ഇന്ത്യ ആണ്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താ? ദ ഇന്റീരിയർ പാർട്ട് ഓഫ് ദ ഇന്ത്യ ഈസ് ക്യാരക്ടർഡ് ബൈ മോർ സീസണൽ കോൺട്രാസ്റ്റ്. സീസണൽ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ത്യയിലെ ഇന്റീരിയർ പാർട്ട് ഉള്ളത്. ഇതാ റെയിൻഫാൾ റിസീവ്സ് ബൈ ദ ഇന്ത്യ ഈസ് ലാർജ്ലി ഡ്യൂ ടു ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ പ്രകാരമാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും റെയിൻഫാൾ കിട്ടുന്നത്. അതുപോലെ തന്നെ മൺസൂൺ സീസണിൽ 100 to 120 days ആണ് മൺസൂൺ വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ
The mainland coast is 5422.6 kilometer long and the coastline of the island added up to 1197 കിലോമീറ്റർ. നമ്മൾ ഇന്ത്യയുടെ മെയിൻലാൻഡിൻ്റെ മാത്രം കോസ്റ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ 5422.6 കിലോമീറ്ററും അതിൻ്റെ കൂടെ ഐലൻഡിൻ്റെ ഏരിയ കൂടി നോക്കുകയാണെങ്കിൽ 1197 കിലോമീറ്ററും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് എന്താ കോസ്റ്റ് ലൈനിലുള്ള 9 സ്റ്റേറ്റ്സാണ് ഉള്ളത്. ഏതല്ല? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഇതൊക്കെയാണ് എന്താ കോസ്റ്റൽ ലൈനിൽ വരുന്ന 9 സ്റ്റേറ്റ്സ് വരുന്നത്. പിന്നെ 2 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഏത്? ഡാമൻ ഡിയും പുതുച്ചേരിയും. ഇതും കോസ്റ്റൽ ലൈൻ ഏരിയയിൽ വരുന്ന 2 ടെറിട്ടറീസ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ an island on any sea can be classified as a continental island and an ocean island. In India there are 1208 islands. അങ്ങനെ 1208 ഐലൻഡാണ് ഇന്ത്യയിൽ കണ്ടിട്ടുള്ളത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ വേൾഡ് ഫേമസ് കഥക് ഡാൻസർ പണ്ഡിറ്റ് ബിർജു മഹാരാജ് വാസ് ദ ഫേസ് ഓഫ് ദ കൽക്കാ ബിന്ധ്യൻ ഘരാന ഓഫ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ധാർവാഡ്, ലക്നൗ, ഭോപ്പാൽ, ആഗ്ര. കറക്റ്റ് ആൻസർ ഏതാ? ലക്നൗ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ടൈപ്പിലല്ല. എന്താ? ലക്നൗ ഘരാനയിലാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ് വരുന്നത് എന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ദ വേൾഡ് ഫേമസ് കഥക് ഡാൻസർ പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഇതിന് കൽക്കാ ബിന്ധ്യൻ ഘരാന ഓഫ് ലക്നൌവിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ വാജിദ് അലി ഷായും ഔദിലെ ലാസ്റ്റ് നവാബായ അദ്ദേഹമാണ് ഇതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏത്? ലക്നൗ ഘരാന. പിന്നെ പറയുകയാണെങ്കിൽ എന്താ? ഇതിന് ഭാവങ്ങളാണ് കൂടുതലായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് വേറൊരു പേര് തന്നെ പുരാബ് ഘരാന എന്നാണ്. ഏത്? ലക്നൗ ഘരാനയുടെ മറ്റൊരു പേര് വരുന്നത്. ടോട്ടലിൽ 6 മെയിൻ ഘരാനാസ് ആണ് ഉള്ളത്. അതായത് സ്റ്റൈൽസ് ഇൻ തബല. ഇനി പിന്നെ പറയുകയാണെങ്കിൽ ബിർജ് മോഹൻ നാഥ് മിശ്രയെ കുറിച്ച് നോക്കുക. അതായത് പണ്ഡിറ്റ് ബിർജു മഹാരാജിൻ്റെ യഥാർത്ഥ നാമമാണ് ബിർജു മോഹൻ നാഥ് മിശ്ര. അദ്ദേഹത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൽക്കാ ബിന്ധ്യൻ ഘരാന ഓഫ് ലക്നൌവിലാണ് പെടുന്നത്. അതുപോലെ തന്നെ എ ക്ലാസിക്കൽ കഥക് ഡാൻസ് ഫോമിലാണ് ഈ ഘരാന ഓഫ് ലക്നൗ, കൽക്കാ ബിന്ധ്യൻ ഘരാന ഓഫ് ലക്നൗ പെടുന്നത്. പിന്നെ പറയുകയാണ് അദ്ദേഹം 1938 ഫെബ്രുവരി 4 ലക്നൌവിലാണ് ജനിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മഹാരാജാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അങ്കിള് ശംഭു മഹാരാജ്, പിന്നെ ലച്ചു മഹാരാജ്, ഇവരൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താ 1986 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. എന്തിന്? പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പല സിനിമകൾക്ക് വേണ്ടിയിട്ട് കൊറിയോഗ്രാഫി നടത്തിയിട്ടുണ്ട്. ഏത്? ഉംറാവോ ജാൻ, ദേദ് ഇഷ്ഖിയ, ബജ്രാവോ മസ്താനി തുടങ്ങിയ സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം എന്താ കൊറിയോഗ്രാഫി നടത്തിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ മാത്രമല്ല സംഗീത നാടക അക്കാദമി അവാർഡ്, അതുപോലെ കാളിദാസ് സമ്മാൻ, ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ 2012 അദ്ദേഹത്തിന് നാഷണൽ ഫിലിം അവാർഡ് കൊറിയോഗ്രാഫിക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഏത് സിനിമക്ക്? വിശ്വരൂപം. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ഏത് സിനിമക്കായിരുന്നു പണ്ഡിറ്റ് ബിർജു മഹാരാജിന് 2012 നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ഇന്നത്തെ ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഉസ്താദ് ബഡേ ഖുലാം അലി ഖാൻ എ മ്യൂസിക്കൽ ജീനിയസ് ലേൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഘരാനാസ് ഓഫ് മ്യൂസിക് ഫ്രം ഹിസ് ഫാദർ അറ്റ് എൻ ഏർലി ഏജ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബനാറസ്, കസൂർ പട്യാല, ജയ്പൂർ, അരൗള്ളി, ഗ്വാളിയർ. കറക്റ്റ് ആൻസർ ചെയ്തത് കസൂർ പട്യാലയാണ്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഉസ്താദ് ബഡേ അലി ഖാൻ കസൂർ പട്യാല ഘരാനയിൽ പെട്ടതാണ്. പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇന്ത്യൻ ഹിന്ദുസ്ഥാൻ ക്ലാസിക്കൽ വൊക്കലിസ്റ്റ് ആയിരുന്നു. ഏതിലെ? പട്യാല ഘരാനയിൽ പെട്ടത്. അതുപോലെ അദ്ദേഹം ടാൻസൻ ഓഫ് 20th സെഞ്ച്വറിയിലും കൂടി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം ബഡേ ഖുലാം അലി ഖാൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. കാരണം ഒരേ പേര് വരുമ്പം ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി ആയിരുന്നു ഈ ഒരു കാരണം. ബഡേ അല്ലെങ്കിൽ ഓൾഡർ ഖുലാം അലി ഖാൻ എന്ന് അറിയപ്പെട്ടു. പിന്നെ പറയുകയാണെങ്കിൽ എന്താ? ഇദ്ദേഹം ഒരു തുമ്രി വോക്കലിസ്റ്റാണ്. ഇനി അദ്ദേഹം 2 ഏപ്രിൽ 1902 കസൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ജനിച്ചത്. അദ്ദേഹത്തിന് എന്താ 1962 സംഗീത നാടക അക്കാദമി അവാർഡും അതുപോലെ പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം അന്തരിച്ചത് ഏപ്രിൽ 25, 1968 ബഷീർബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഹൈദരാബാദിലെ ബഷീർബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇനി ജയ്പൂർ ഘരാനയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജയ്പൂർ ഘരാന എന്ന് പറഞ്ഞാൽ ജയ്പൂർ അത്രൗളി ഘരാന. അതായത്
അലാഡിയ ഖാൻസ് എന്ന് പറഞ്ഞ ഫാമിലി ആദ്യം അത്രവളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവർ പിന്നീട് മൈഗ്രേറ്റ് ചെയ്ത് ജയ്പൂരിലേക്ക് പോയി. ഈ അലാഡിയ ഖാൻസ് ആയിരുന്നു ഈ ജയ്പൂർ ഖരാന തുടക്കം കുറിച്ച വ്യക്തികൾ. അവർ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആയിരുന്നു. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ പെടുന്നതാണ് ഈ ഭാഗം. ഇനി ഖരാന എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നോൺ ഫോർ ദ ഡിസ്റ്റിങ്റ്റീവ് വോക്കൽ ആസ്തെറ്റിക്സ്, രാഗ, റിപ്പറ്റിയർ ആൻഡ് ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. ഇതായിരുന്നു ഖരാന എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നോക്കുവാണെങ്കിൽ ആരാ? ജയ്പൂർ ഖരാനയിൽ വരുന്നത് അല്ലാഡിയ ഖാൻ, മാലിക് അർജുൻ മാനസൂർ, കേസർബായി കേർക്കാർ, കിഷോരി അമോങ്കർ, ശ്രുതി സദോലിക്കാർ, പത്മ തൽവാൽക്കാർ, അശ്വിനി ബിന്ദെ ദേശ്പാണ്ഡെ. ഇതൊക്കെയായിരുന്നു ഏത് ജയ്പൂർ ഖരാനയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. ഇനി പട്യാല ഖരാന നോക്കുവാണെങ്കിൽ പട്യാല ഖരാനയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഉസ്താദ് ഫത്തേ അലി ഖാനും ഉസ്താദ് അലി ബക്ഷും കൂടിയായിരുന്നു പട്യാല ഖരാനയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു തുംരി ഖായൽ സിംഗിങ് സ്റ്റൈലായിരുന്നു. പിന്നെ ഇതിലെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുകയാണെങ്കിൽ പാകിസ്ഥാനി ഗസൽ സിംഗർ ഖുലാം അലിയും അതുപോലെ തന്നെ കണ്ടംപററി സിംഗർ ആയ ഷഫക്കത്ത് അമാനത്തു അലിയും കൂടിയാണ് ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബനാറസ് ഖരാന നോക്കുവാണെങ്കിൽ അതൊരു ഗ്രേറ്റ് ലിൽറ്റിംഗ് സ്റ്റൈൽ ഓഫ് ഖായൽ സിംഗിങ് എന്നാണ് ഈ ബനാറസ് ഖരാന വന്നത്. അതുപോലെ നോൺ ബൈ തുംരി സിംഗേഴ്സ് ഓഫ് ബനാറസ് ആൻഡ് ഗയ. അതുപോലെ ഇതിപ്പം ഗോപാൽ മിശ്ര എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ബനാറസ് ഖരാനയുടെ തുടക്കം കുറിച്ചത്. ഇനി ഇതിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുവാണെങ്കിൽ ആരാ? രാജൻ മിശ്ര, സാജൻ മിശ്ര, ഗിരിജാദേവി. ഇതിൽ ഈ പറഞ്ഞവരായിരുന്നു ബനാറസ് ഖരാനയിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ നമ്മൾ ഇന്നും 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തോടുകൂടി നമ്മൾ 150 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. നമ്മുടെ CPO എക്സാം അടുക്കാറായി. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഇപ്രാവശ്യം തന്നെ നേടാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ താങ്ക് യു.